ഒരു പെങ്കൊച്ചിന്റെ ഫോട്ടോ കാണുന്നുണ്ട്. എന്തിനാ അലിന്റെ പെണ്ണിന്റെ കൂടെ ഫോട്ടോ ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അത് നമ്മൾ ആദ്യം വിചാരിച്ച് പ്രാങ്ക് ആണെന്നാ വിചാരിച്ചത്. പക്ഷെ പ്രാങ്ക് നമുക്ക് പണി തരുമെന്നാണെങ്കിൽ അറിയാൻ പാടാതെ. കാരണം മുല്ല എന്നാണ് പേര്. ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് വർദ്ധിച്ചു. എനിക്ക് ഒറ്റ പൈസ മണവളം തന്നിട്ടില്ല. അതിനൊന്നും ഞാൻ ഖേദിക്കുന്നില്ല, ഒന്നും കുറ്റം പറയുന്നില്ല. പക്ഷേ അതിനെപ്പറ്റി ചേച്ചിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ ആ ഫോട്ടോ കണ്ടു. കാരണം അലിൻ ജോസിൻ്റെ ആ പെങ്കൊച്ചിൻ്റെ ഫോട്ടോസ് വെച്ചാൽ അത് ശരിയായ നടപടിയല്ല. ഒന്നെങ്കിൽ അവരോട് അത് റിമൂവ് ചെയ്യാൻ പറയണം. അതെന്തിനാണ് റിമൂവ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം 5 മില്യൺ കണ്ടു കഴിഞ്ഞു. അല്ലേ, അതെന്തിനാ? അതുവരെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത്? അലിനെന്താ പ്രതികരിച്ചു കൂടാ? ഞാൻ ആദ്യം എന്നോട് പറഞ്ഞത് പറഞ്ഞ് എന്നോട് ഇഷ്ടമെന്ന രീതിയിലാണ് പറഞ്ഞത്. എൻ്റെ വീട്ടിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞത്. ഞാൻ ചെറിയ വിശ്വസിച്ചു. പക്ഷേ നമുക്ക് ഒരുപാട് പ്രപ്പോസൽ വരുന്നതുകൊണ്ട് നമുക്ക് അതിനെ കുഴപ്പമില്ല കാണുന്നത്. ഇവൻ നിനക്ക് ഫ്രെയിം കൂടെടാ, ഫ്രെയിം കൂടെ വിഷ്ണു കൊച്ചിക്കാരനോട് കൂടെ പോയിട്ട് ഞാൻ 10 പരസ്യം കൊടുത്തല്ലോടാ. അതിൽ നിന്ന് കുറച്ച് പ്രപ്പോസൽ വരുന്നുണ്ട്. അതില് അറ്റൻഡ് ചെയ്യാത്തോണ്ടല്ല, അതില് ജോബ് ചോദിക്കുന്നുണ്ട്, ജോലിയെ. കാരണം നമ്മളിപ്പോ പ്രോഗ്രാം കാര്യങ്ങൾ, ഓൺലൈൻ പ്രോഗ്രാം കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും വരുന്നില്ല. അതാ തോന്നുന്നുണ്ടായിരിക്കും. കാരണം ഇനിയിപ്പോ ഞാനിപ്പോ ബ്രോക്കർമാരെ കണ്ടിട്ടുണ്ട്. കുറച്ച് ബ്രോക്കർമാർ പറയണത് കറക്റ്റായിട്ട് എങ്ങനെയെങ്കിലും നടത്തി തരുന്ന രീതിയിലുള്ള ബ്രോക്കർമാരുണ്ട്. കമ്മീഷൻ കുഴപ്പമില്ല, പൈസ പ്രശ്നമല്ല. കാരണം കോടികൾ ആസ്തിയുള്ള അലിൻ ജോസ് പെരേരയോട് വെല്ലുവിളിക്കരുത് പലരും. മനസ്സിലായോ? കല്യാണം സ്വർഗത്തിൽ വെച്ച് നടക്കുള്ളൂ എന്നൊക്കെ പലരും പ്രവാചകന്മാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കല്യാണം എനിക്കൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ പ്രൈറ്റ് കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു കാര്യമുണ്ട്, കല്യാണമാണോ വലിയ കാര്യം എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു കാര്യം പറയാം. ചേച്ചി പിടിച്ച്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മൂമ്മയായിട്ടുള്ള ആഗ്നസ് പെരേര ഒരു കാര്യം പറഞ്ഞു. ആഗ്നസ് പെരേരയും പറഞ്ഞു, എൻ്റെ അമ്മയുടെ അമ്മയായിട്ടുള്ള മറിയക്കുട്ടി അമ്മയും പറഞ്ഞു. അതിലേക്ക് വരാം. ആദ്യം ആഗ്നസ് പെരേര പറഞ്ഞൊരു കാര്യം പറയാം. ഒരുപാട് പേര് എൻ്റെ കല്യാണം മുടക്കുന്നതും എന്നെ വിളിച്ച് പരിഹസിക്കുന്നതും കണ്ടിട്ട് അമ്മൂമ്മ പറഞ്ഞൊരു കാര്യമില്ലേ, എൻ്റെ മനസ്സിൽ തട്ടിയുന്നു. ഭയങ്കര വിഷമമായിപ്പോയി. ആരും പറയാത്തൊരു കാര്യം, ആരും പറയാൻ കൊള്ളാത്തൊരു കാര്യം പറഞ്ഞത്. നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വന്തം അമ്മയെ പെങ്ങളെ കിട്ടാൻ പാടില്ല. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അത് എങ്ങനെ നേരിടും? ഒരു കല്യാണം കഴിക്കണ്ടേ? ശരിക്കും ഒരു നല്ലൊരു പെൺകുട്ടി വരുമ്പോൾ, ജീവിതത്തിലേക്ക് വരുമ്പോൾ കയറ്റിക്കൊണ്ട് വരണ്ടേ, കൂട്ടിക്കൊണ്ട് വരണ്ടേ? മനസ്സിലായോ? ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ 5-6 മുറിയുണ്ട്. പിന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ കട്ടിയല്ലേ വേറെ വീടെടുത്ത് താമസിക്കും.